ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഞായറാഴ്ച മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ ധ്യാനിക്കുക. നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ കർത്താവ് നമുക്ക് നൽകുകയാണ്. ദൈവരാജ്യത്തിൻ്റെ അമൂല്യമായ വിലയെപ്പറ്റി ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. പലസ്തീനായിൽ ഏറെ യുദ്ധങ്ങളും മറ്റുള്ള രാജ്യങ്ങളുടെ അക്രമങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ അത് ഭൂമിയിൽ കുഴിച്ചിടുക പതിവാണ്. പലപ്പോഴും അങ്ങനെ പലർക്കും നിധി കിട്ടുന്ന ചരിത്രമുണ്ട്. ഇവിടെ അതുപോലുള്ളൊരു നിധിയെ പറ്റിയിട്ടാണ് പറയുക. നമുക്കറിയാം, ഈ ഉപമകളുടെയൊക്കെ അർത്ഥം വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ അമൂല്യത, ദൈവരാജ്യത്തിൻ്റെ പ്രാധാന്യം, അതൊക്കെയാണ് വ്യക്തമാക്കുന്നത്. നമുക്ക് 4 ചിന്തകളാണ് ഈ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. ഒന്നാമത്തേത്, നിധി കണ്ടെത്തുന്ന ഒരാൾ അത് മറച്ചു വെച്ച് പിന്നീട് പോയിട്ട് ആ വയൽ വാങ്ങിച്ച് അത് സ്വന്തമാക്കുന്നു. ഒരു പണിക്കാരൻ നിധി കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ യജമാനനാണ്, യജമാനന് കൊടുക്കണം. യജമാനൻ്റെ സ്വന്തമാണ് ഭൂമി. അതുകൊണ്ട് ഇവിടെ ഉപമയിൽ പറയുന്ന മനുഷ്യൻ ഭൂമി സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുകയാണ്, അത് വിലയ്ക്ക് വാങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ആ വാങ്ങലിൻ്റെ നിയമസാധുതയോ ധാർമ്മികതയോ ഒന്നുമല്ല പ്രാധാന്യം. അവിടെ വ്യക്തമാക്കുക നിധിയുടെ പ്രാധാന്യമാണ്. ശിഷ്യത്വത്തിൻ്റെ വിലയേക്കാൾ വലുതാണ് ദൈവരാജ്യം എന്ന് തിരിച്ചറിയുകയാണ് ആ മനുഷ്യൻ. നമ്മൾ ശിഷ്യരാകാൻ നമ്മൾ വില കൊടുക്കണം, വലിയ വില കൊടുക്കണം. പക്ഷെ അതിനേക്കാളും വലുതാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൻ്റെ മഹത്വവും വലിപ്പവും അത് നമ്മുടെ മനസ്സിനും നമ്മുടെ ചിന്തകൾക്കും അതീതമാണ്. അത് മനസ്സിലാക്കുമ്പോഴാണ് സന്തോഷത്തോടെ ചില കാര്യങ്ങൾക്ക് വിട്ടുകളയാൻ നമുക്ക് സാധിക്കുക. തീർച്ചയായിട്ടും ഈ വയൽ വാങ്ങുന്നതിന് വേണ്ടി പലതും ത്യജിക്കേണ്ടി വന്നു. പക്ഷെ അതൊക്കെ സന്തോഷത്തോടെയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. നമുക്കുണ്ടാകേണ്ട ആ മനോഭാവമാണ് അവിടെ പറയുക. രണ്ടാമത്തെ ഉപമ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക രത്നവ്യാപാരിയുടെ ഉപമയാണ്. രത്നവ്യാപാരികൾക്കറിയാം ഏതാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് എന്ന്. അങ്ങനെ യാദൃശ്ചികമായിട്ട് ഏറ്റവും വിലയുള്ള ഒരു രത്നം കണ്ടെത്തുകയാണ്. ഇവിടെയും പ്രാധാന്യം അതിൻ്റെ വിലയാണ്. ദൈവരാജ്യം നമുക്ക് വാങ്ങിക്കാം എന്നൊന്നും അർത്ഥം വരുന്നില്ല. നിൻ്റെ പ്രവൃത്തികളുടെ മഹാത്മ്യം കൊണ്ട് ദൈവരാജ്യത്തെ വാങ്ങിച്ചു കളയാം, സ്വന്തമാക്കാം, കരസ്ഥമാക്കാം എന്നൊന്നും നമ്മളാരും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ യഹൂദനോടാണ് പറയുന്നത്, കുറേ കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. യഹൂദൻ തൻ്റെ മതപാരമ്പര്യങ്ങൾ ഉപേക്ഷിച്ച് ഏറ്റവും വിലപിടിപ്പുള്ള രത്നമായ ഈശോയുടെ വചനം, ഈശോയുടെ വഴികൾ അത് മനസ്സിലാക്കാൻ യഹൂദന് നൽകുന്ന ആഹ്വാനമാണ് ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ രണ്ടാമത്തെ ഭാഗത്ത് തീർച്ചയായിട്ടും വില കൊടുക്കുന്ന ഒന്നാണ് ദൈവരാജ്യം. നീ തീർച്ചയായിട്ടും വില കൊടുക്കണം. നിനക്ക് വില കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് യേശുവും അവിടുത്തെ രാജ്യവും എന്ന് പ്രത്യേകമായിട്ട് തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവരാജ്യത്തിനൊരു ഗ്രേറ്റർ വാല്യൂ അതുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ബോധ്യപ്പെടണം. മൂന്നാമത്തെ ഉപമ ഇപ്രകാരമാണ്, ചീത്ത മത്സ്യങ്ങളും നല്ല മത്സ്യങ്ങളും. ആ വലയിൽ നിന്ന് ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയപ്പെടുന്നു. ഇവിടെ ചീത്ത മത്സ്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരുപക്ഷേ യഹൂദന്മാരെ ഭക്ഷിക്കാൻ യോഗ്യമല്ല എന്ന് കരുതുന്ന മത്സ്യങ്ങളാകാം. പൊതുവെ ആ വാക്കിൻ്റെ അർത്ഥം വർത്ത്ലെസ് എന്നാണ്. ഒരു മെറിറ്റുമില്ലാത്ത രീതിയിലാണ് യഹൂദന്മാർ ചില മത്സ്യങ്ങളൊക്കെ കണ്ടിരുന്നത്.
എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ചിന്തിക്കുക, ഒരു തിരഞ്ഞെടുപ്പുണ്ട്. നേരത്തെ 2 കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വില കൊടുക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞതെങ്കിൽ, ഇവിടെ നല്ലതും ചീത്തയായതും തമ്മിലുള്ളൊരു തിരഞ്ഞെടുപ്പ് ആണ് പറയുക. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ മക്കളാകണമെങ്കിൽ ചിലത് വേണ്ട എന്ന് വെക്കേണ്ടി വരും എന്നുള്ള സൂചന കൂടി വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. 4മതൊരു ചിന്ത കൂടി അവിടെ പറയുന്നു. ഏറ്റവും അവസാനത്തെ വചനം, സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. എന്താണ് ഈ വാക്കുകളുടെ അർത്ഥം? ഇവിടെ പ്രത്യേകിച്ച് നിക്ഷേപം, സ്റ്റോർ റൂം അല്ലെങ്കിൽ സ്റ്റോർ ഹൗസ് എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയമാണ്, അവൻ്റെ മനസ്സാണ്. അതിൽ നിന്നെന്താണ് പ്രത്യേകമായിട്ട് പുറത്തെടുക്കുന്നത്? നമുക്കറിയാം, ഇവിടെ പുതിയതും പഴയതും, ഇവിടെ പ്രാധാന്യം പുതിയതിനാണ്. പുതിയ നിയമവും പഴയ നിയമവും തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുക. പുതിയതിനാണ് പ്രാധാന്യം. പഴയത് ഇനി പുതുതാക്കപ്പെടണം. കാരണം പ്രവചനങ്ങളുടെ പൂർത്തീകരണം യേശുവിലാണ്. പുതിയ നിയമത്തിൻ്റെ പൂർത്തീകരണമായ യേശുവിലാണ് ഇനി നിറവ് ഉള്ളത്. അതുകൊണ്ട് അത് ഹൃദയത്തിൽ 1-ാം സ്ഥാനം കൊടുക്കണം എന്നാണ് ഈ വചനം പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ഒപ്പം തന്നെ ഈ വചനം പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ശിഷ്യൻ. മറ്റുള്ളവരെ പഠിപ്പിക്കുക കൂടി വേണം. അങ്ങനെ പഠിപ്പിക്കാനായിട്ട് അവൻ്റെ ഹൃദയത്തിൽ ഈ ദൈവരാജ്യത്തിന്, യേശുരാജ്യത്തിന്, യേശുവിൻ്റെ മൂല്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുക്കണം. ഒരുപക്ഷേ പഴയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നവമാക്കപ്പെടണം. അതാണ് ഈ വാക്കുകളുടെ അർത്ഥം പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ആകയാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് നാം വില കൊടുക്കേണ്ടതാണ്, ഏറ്റവും ശ്രേഷ്ഠമായി ഗണിക്കേണ്ടതാണ്, സന്തോഷത്തോടെ പല കാര്യങ്ങളും വിട്ടുകളയേണ്ടതാണ്, ചില കാര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി ഈശോയുടെ നവമായ രാജ്യത്തിൽ, നവമായ വ്യവസ്ഥിതിയിൽ ജീവിക്കേണ്ടവരും മുന്നോട്ട് പോകേണ്ടവരുമാണ് നമ്മൾ. ഈ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.